ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെയും വിമർശിച്ചാൽ എന്തും ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ്. ആ നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പിന്നെ ഒരു വിഷയമുണ്ട് അവിടെ. കാരണം ഈ വന്യജീവി മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിൽ ആന ചവിട്ടി കൊല്ലുന്നത് തുടർച്ചയായി മാറുകയാണ്. ഗവൺമെൻറ് നിസ്സംഗരായിരിക്കുകയാണ്, ഒരു കാര്യവും ചെയ്യുന്നില്ല. വന്യജീവികളുടെ ആക്രമണവും പുതിയ വനനിയമത്തിനുണ്ടാകാൻ പോകുന്ന ഭേദഗതിയും വലിയൊരു അരക്ഷിതത്വ ബോധം ആ മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവും. അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അതിനു പകരം ആ സമരത്തിന് MLAക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? MLAയുടെ നിയോജക മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് MLAയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു, ഇത് കേരളമാണ്. ഈ 12-ാം തീയതി ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ PV അൻവറിന്റെ മുന്നണി പ്രവേശനം അടക്കം ചർച്ച ചെയ്യുമോ? അതിന് എളുപ്പത്തിലുണ്ടാകുമോ? രാഷ്ട്രീയകാര്യ സമിതി യോഗം അത് ചർച്ച ചെയ്യില്ല. അത് പിന്നീട് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം. അതും ഇന്നലെ ഉണ്ടായ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ല. ആരാ സ്വാഗതം ചെയ്ത്? അല്ല, UDF അല്ലേ തീരുമാനിക്കേണ്ടത്. UDF ഒരു കക്ഷി എടുക്കണമെങ്കിൽ UDF ആണ് തീരുമാനിക്കേണ്ടത്. അതിനകത്ത് UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കണം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ആലോചിക്കും. അല്ല, MLA അടിച്ചു തകർത്തൊന്നുമില്ലല്ലോ. MLA അടിച്ചു തകർത്തായിട്ടുള്ള വിഷ്വൽ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? PV അൻവറിന്റെ മുന്നണി പ്രവേശനം ബന്ധപ്പെട്ട് അനൗപചാരിക ചർച്ചകൾ നടന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കം പറയുന്നുണ്ട്. അടുത്ത UDF യോഗത്തിൽ കൃത്യമായി ചർച്ച ചെയ്യുന്നു. എനിക്കറിയില്ല, ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ UDFന്റെ ചെയർമാനാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണം നടത്തിയിട്ടില്ല. ഒരാളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ UDF നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അല്ലല്ല, ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ കോതമംഗലത്തും കുട്ടമ്പുഴയിലും സംസ്ഥാനത്തുടനീളം കോൺഗ്രസും UDFും ആ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. കഴിഞ്ഞ UDF യോഗം മലയോര ജാഥ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ്. വനം വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം, ആ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയൊരു സമരത്തിന് UDF രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് കഴിഞ്ഞ UDF യോഗം. ആ കോഴ്സിന് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും. ഞാൻ അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ ഇത്. ആരായാലും ഇപ്പം എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളെ രാത്രി പാതിരാത്രിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ അത്തരക്കാരനല്ല. എന്നെ വിമർശിച്ച ഒരാളെ അത് ശരിയായിരിക്കും, അദ്ദേഹത്തിന് അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ആളെ ഒരു MLA രാത്രി വീട്ടിൽ കയറി 120 പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് എന്ത് സാഹചര്യം ഉണ്ടായത്? അവിടെ പോലീസ് പറഞ്ഞാൽ മതിയല്ലോ, താങ്കൾക്ക് പേരിൽ കേസെടുത്തിട്ടുണ്ട്, താങ്കൾ ഒരു നോട്ടീസ് കൊടുത്ത് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, അല്ലെങ്കിൽ കോടതി പോയി ജാമ്യം എടുക്കുക, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകുക. എന്തെല്ലാം വഴികളുണ്ട്. ഞാൻ ഇവിടെ ആ നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കുകയാണല്ലോ, MLAമാർ ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കുകയാണല്ലോ. അവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ലല്ലോ. സർക്കാരിൻ്റെ കാശും മുടക്കി നിയമസഭ ഈ ലോകം മുഴുവൻ കണ്ടാണല്ലോ നിയമസഭ തല്ലി തകർക്കുന്നത്. ഈ അൻവർ തല്ലി തകർക്കാനൊന്നും പോയില്ലല്ലോ. തല്ലി തകർത്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത്. അതുപോലെ ഇപ്പോൾ 2 കൊച്ചുങ്ങളെ അല്ലേ, 2 മക്കളെ കൊന്ന ഈ പ്രതികളെ, കൊടും ക്രിമിനലുകളെ ജയിലിൻ്റെ മുമ്പിൽ നിന്ന് അഭിവാദ്യം അർപ്പിച്ച് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്തൊരു പാർട്ടിയാണിത്! കൊല്ലാനും കൊല ചെയ്യാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന അപരിഷ്കൃതരുടെ കൂട്ടമാണ് CPM എന്ന് പറയുന്നത്. ഒന്നവനെ സംരക്ഷിക്കാൻ നമ്മുടെ നികുതി പണം എടുത്ത് വക്കീലന്മാരെ കൊണ്ടുവരുന്ന പാർട്ടിയും ഗവൺമെൻറ്റുമാണ് കേരളം ഭരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളെ, 2 കുടുംബത്തിൻ്റെ പ്രതീക്ഷയായ 2 ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊന്നതിന് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച പ്രതികളെ ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് സ്വീകരിച്ച് ആനയിക്കുക. അതൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ ജയിൽ ഉപദേശക സമിതി അംഗത്തിൽ നിന്ന് P. ജയരാജനെ പെരിയ കൊലക്കേസ് പ്രതികളെ CPM നേതാക്കൾ പോയി കാണുന്നതിൽ ശക്തമായ വിമർശനം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിനു മുൻപ് PV അൻവറിന്റെ അറസ്റ്റിൽ എന്താണ് ഈ പറയുന്ന പാതിരാത്രി വീട് വളഞ്ഞു അറസ്റ്റ് ചെയ്യേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നു? അൻവർ ഉന്നയിക്കുന്ന വിഷയം ഈ പറയുന്ന ആന
കാട്ടാനകൾ മനുഷ്യന്മാരെ ചവിട്ടിക്കൊല്ലുന്ന സമീപകാല പശ്ചാത്തലമൊക്കെ പറയുകയായിരുന്നു പ്രതിപക്ഷ